അപ്പോൾ ഒരു അവയവം മറ്റൊരു അവയവം തമ്മിലുള്ള ഒരു കണക്ഷൻ രൂപപ്പെടുമ്പോഴാണ് അതിന് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഭക്ഷണ രീതിയും ഈ ഫിസ്റ്റുലായിട്ട് ഒരു ബന്ധവും ഇല്ല. ഫിസ്റ്റുല എത്രയൊക്കെ ചെയ്താലും ഒരു റിക്കറൻസിനുള്ള ഒരു സാധ്യത വളരെയേറെ ഉള്ള ഒരു അസുഖമാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഒരുപാട് പേരുടെ പ്രശ്നമാണ്, ഒരുപാട് പേര് പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നമാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഈ ഒരു രോഗത്തെക്കുറിച്ച്, ഈ ഒരു ഡിസീസിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് മോഹൻ സ്കിൻ ആൻഡ് ഗാസ്ട്രോ കെയറിലെ ഗാസ്ട്രോളജിസ്റ്റ് ഡോക്ടർ അനുഷ് മോഹൻ ഡോക്ടറാണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഫിസ്റ്റുല എന്ന് പറയുന്ന ഒരു രോഗം, മൂലക്കുരു എന്ന് പറയുന്ന ഒരു രോഗം ഒരുപാട് പേര് പറയാൻ മടിക്കാറുണ്ട്. ഒരു നാണക്കേട് കൊണ്ട് പറയാൻ മടിക്കാറുണ്ട്. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു രോഗവും കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു രോഗം വരുന്നത്? ഫിസ്റ്റുല എന്ന് പറയുന്നത് ആദ്യം അതിന് വേറൊരു അതിന് ഒരു സ്റ്റേജ് ഉണ്ട്. അതിന് ആദ്യമായിട്ട് അത് ഒരു പഴുപ്പായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അതായത് നമ്മളെ ബട്ടക്സ് ഭാഗത്ത് ഒരു വലിയ രീതിയിൽ പെയിനായിട്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ പെയിനായിട്ട് വന്ന് പഴുപ്പ് കെട്ടി ഒരു അവസ്ഥയാണ് ആപ്സസ് എന്ന് പറയും. ഇപ്പൊ പെരിനിയൽ ആപ്സസ് അഥവാ ഗ്ലൂട്ടിയൽ ആപ്സസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിൽ പഴുത്ത് ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ അത് ആപ്സസ് ആയിട്ട് വരുമ്പോൾ ആദ്യം തന്നെ പഴുത്ത് പൊട്ടുകയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ അതൊന്ന് കീറി വിടേണ്ട ഒരു സാഹചര്യം വന്നേക്കാം, അത്രയ്ക്ക് സിവിയർ ഇൻഫെക്ഷൻ ആയിട്ട് വരുമ്പോൾ. അപ്പൊ ആ ഒരു ആപ്സസ് കീറി വിടുകയോ പഴുത്ത് പൊട്ടുകയോ ചെയ്ത് കഴിയുമ്പോൾ ആ ആപ്സസ് ഒഴുകി പഴുപ്പെല്ലാം ഒഴുകി പോയി കഴിയുമ്പോൾ അവിടെ ഒരു ഓപ്പണിംഗ് റിമൈനിങ് ആയിട്ട് വരും. അപ്പൊ ഈ ഒരു ഓപ്പണിംഗ് നമ്മള് കുടലിന്റെ അകത്ത് അഥവാ മലാശയത്തിനകത്തുള്ള ഒരു ഓപ്പണിങ്ങും ഈ ഓപ്പണിംഗ് കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കണക്ഷൻ രൂപപ്പെടും. അതിനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഒരു ടണല് പോലെ വൻകുടലിന്റെ അകത്തോ മലാശയത്തിനകത്തോ നമ്മൾ ഏനൽ കനാലിനകത്തോ നിന്നോ ഒരു ടണല് പോലെ രൂപപ്പെട്ട് നേരെ ബട്ടക്സിന്റെ സ്കിന്ന് ഭാഗത്ത് വരെ വരുന്നതിനാണ് ഫിസ്റ്റുല. അപ്പൊ നമ്മൾ പുറമേ നോക്കുമ്പോൾ ബട്ടക്സിൽ ഒരു ചെറിയ ഒരു ഉണ്ണി പോലെയോ ചെറിയൊരു തടുപ്പ് പോലെയോ കാണത്തുള്ളൂ. അതിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് പഴുപ്പും ബ്ലഡുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറിയും തിരിഞ്ഞും ഒക്കെ ചില സമയത്ത് അമിതമായിട്ട് വരികയും ചില സമയത്ത് വളരെ മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ അത് ഇരിക്കുകയും എന്നാൽ അത് അടയാത്ത ഒരു ദ്വാരമായിട്ട് ഇങ്ങനെയും നിലനിൽക്കുകയും ചെയ്യും. ഈ ഒരു സ്റ്റേജിനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ നമ്മൾ ഈ മലദ്വാരത്തിന്റെ അടുത്തായിട്ട് തന്നെ വരുമ്പോൾ വളരെ സിമ്പിൾ ഫിസ്റ്റുല ആയിട്ട് കണക്കാക്കാൻ പറ്റും. ചില സമയത്ത് ഇത് വളരെ ദൂരെ പോയി ഈ ഓപ്പണിംഗ് അങ്ങ് ദൂരെ ആയിരിക്കും, ഒരു 8-10 സെന്റിമീറ്റർ ദൂരെ മാറിയോ അല്ലെങ്കിൽ നമ്മൾ ഈ യൂറിൻ പോകുന്ന ഭാഗത്തേക്ക് അടുത്ത് വരികയോ ലേഡീസിനൊക്കെ ആണെങ്കിൽ വെജൈനയുടെ അടുത്തൊക്കെ വരെ വരാനും ഉള്ള സാധ്യത. അങ്ങനെയൊക്കെ വളരുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ഫിസ്റ്റുല എന്ന് അതിനെ പറയേണ്ടി വരും. ഇത് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണല്ലോ, വേദനയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ഈ ഭക്ഷണ രീതി അനുസരിച്ചാണോ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നത്? ഭക്ഷണ രീതിയും ഈ ഫിസ്റ്റുലായിട്ട് ഒരു ബന്ധവും ഇല്ല. എന്നാലും പണ്ട് പറയാറുണ്ട് മുട്ടയൊന്നും കഴിക്കാൻ പാടില്ല, ഇതൊക്കെ മുട്ട ഒരുപാട് കഴിച്ചാൽ ഈ ഒരു ഫിസ്റ്റുലയൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഒരു മിത്താണ്. അതൊരു ഭക്ഷണ രീതിയും ഫിസ്റ്റുലായിട്ട് ഒരു റിലേഷൻ ഇല്ല. നമ്മൾ ഈ മോഷൻ പോകുമ്പോൾ അതിനകത്ത് മോഷൻ ഫ്രീ ആയിട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്കൊരു മ്യൂക്കസ് ലൈനിങ്ങിന്റെ ആവശ്യമുണ്ട്. അതായത് മ്യൂക്കസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിഴുവിഴുപ്പുള്ള ഈ എണ്ണയൊക്കെ പോലത്തെ നമ്മളൊരു ലൈനിങ് ഉണ്ടെങ്കിലേ മോഷൻ അനായാസം ഇറങ്ങി പോകത്തുള്ളൂ. അപ്പൊ അങ്ങനെ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ ഗ്രന്ഥികൾ നമ്മൾ ഇതിന്റെ സൈഡിലുണ്ട്, മലാശയത്തിന്റെ സൈഡിലുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഗ്രന്ഥിയുടെ ഒരു ട്യൂബ് കയറി ബ്ലോക്ക് ആകുമ്പോഴാണ് ഈ ട്യൂബിന്റെ കയറി ബ്ലോക്ക് ആകുമ്പോൾ ആ ഗ്രന്ഥിക്കകത്ത് പഴുപ്പ് ഇങ്ങനെ കെട്ടി വലിയൊരു കളക്ഷൻ ആയിട്ട് പിന്നെ ബട്ടക്സിലേക്ക് പൊട്ടി ഒലിച്ച് ഇത് എവിടെന്നെങ്കിലും പോകണമല്ലോ, ഏതെങ്കിലും വഴി ഇറങ്ങി പോകണമല്ലോ, അല്ലെങ്കിൽ അത് അവിടെ തന്നെ, കാരണം ഓൾറെഡി ഉള്ള ട്യൂബ് ബ്ലോക്ക് ആയി പോയല്ലോ. ആ ഒരു സ്റ്റേജിനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ കഴിക്കുന്ന ഫുഡുമായിട്ട് റിലേഷൻ ഇല്ല, പക്ഷെ ഈ ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം ആണ്. അതിന് പ്രത്യേകിച്ച് റീസൺ ആയിട്ടൊന്നും ഇല്ല. പിന്നെ അപൂർവമായിട്ട് നിറയെ കോംപ്ലക്സ് ഒരുപാട് ഫിസ്റ്റുലാസ് ഒക്കെ ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പറയുന്ന അപൂർവമായിട്ടുള്ള അസുഖമുണ്ട്. അതിലൊക്കെ ആണെങ്കിൽ ഇതുമായിട്ട് വളരെ കോമൺ ആയിട്ട് അസുഖം, പക്ഷെ അത് സിമ്പിൾ ഫിസ്റ്റുല അല്ല, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ഫിസ്റ്റുല ആയിട്ടുള്ള. ഫിസ്റ്റുല ഇങ്ങനെ പല തരത്തിലുണ്ടോ? ഫിസ്റ്റുല പല തരത്തിലുണ്ട്. ചിലത് വളരെ സിമ്പിൾ ആയിരിക്കും, ചിലത് നമ്മളുടെ മസിൽസ്, നമ്മൾ മലം പോകുന്ന മസിൽസിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന മസിൽസ് ഉണ്ട്. നമ്മളിപ്പോ ഇരിക്കുന്നു, അപ്പൊ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ മലം പോവുകയോ കീഴ്വാഴി പോവുകയോ ചെയ്യുന്നില്ല. നമ്മളത് വളരെ ഇന്റലിജന്റ് ആയിട്ട് നമ്മളെ ബ്രെയിനിനെ പോലെ തന്നെ ഇന്റലിജന്റ് ആയിട്ടുള്ള മസിൽസ് വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സൗകര്യം കിട്ടുന്ന ഒരു സ്ഥലം എത്തുമ്പോൾ മാത്രമേ കീഴ്വാഴിയോ മലമോ പോകത്തുള്ളൂ. അപ്പൊ ഈ മസിൽസിന്റെ ഇടയിൽ കൂടെയൊക്കെ ഫിസ്റ്റുലയുടെ ട്രാക്ക് കയറി പോകാം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ മസിൽസും കൂടെ ഒക്കെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഫിസ്റ്റുലയുടെ ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ മസിൽസിന്റെ ഇടയിൽ കൂടെ പോകുന്ന ഫിസ്റ്റുലൊക്കെ കോംപ്ലക്സ് ഫിസ്റ്റുല എന്നും
അതിന്റെ മുകളിൽ കൂടെ പോകുന്ന സുപ്ര ലിവേറ്റർ ഫിസ്റ്റുലാന്നും അങ്ങനെ പല പല ടൈപ്പ് മസിൽസ് ഉണ്ട്. അപ്പോ ഇതിൽ ഏതാണ് കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ കോമൺ ആയിട്ട് കാണുന്ന ഫിസ്റ്റുല ഏതായിരിക്കും? കൂടുതലും സിമ്പിൾ ആയിട്ടുള്ള ഫിസ്റ്റുല തന്നെയാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഇതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഫിസ്റ്റുലയ്ക്ക് നമുക്ക് കൊടുക്കുന്നത്? നമ്മൾ ആദ്യം ഒരു ഇൻഫെക്ഷൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കോഴ്സ് ആന്റിബയോട്ടിക് കൊടുത്ത് ഇൻഫെക്ഷൻ ഒക്കെ കൺട്രോൾ ചെയ്ത് ആന്റിബയോട്ടിക്സ് അത് ഗുളികയായിട്ടും ഇഞ്ചക്ഷൻ ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ആന്റിബയോട്ടിക്സ് കൊടുത്ത് കൺട്രോൾ ചെയ്താലും ഈ ഫിസ്റ്റുലയുടെ ട്രീറ്റ്മെന്റ് ഒരിക്കലും കംപ്ലീറ്റ് ആവത്തില്ല. കാരണം അവിടെ ഞാൻ പറഞ്ഞ പോലെ ഘടനയിൽ ഒരു വ്യത്യാസമുണ്ട്. ആ ഘടനയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്യാതെ ഒരിക്കലും ഫിസ്റ്റുലയുടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു വഴി നമ്മൾ അടച്ചു കൊടുക്കുകയോ ആ വഴി നീക്കം ചെയ്യുകയോ ചെയ്താൽ മാത്രമേ നമ്മൾ ഫിസ്റ്റുലയുടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ സർജറിയിലേക്ക് തന്നെ പോവേണ്ടി വരും. സർജറി കൂടാതെ മറ്റ് ടെക്നിക്സ് ഒക്കെ ഉണ്ട് ഇപ്പം. അതായത് ഈ ഒരു വഴി ഉണ്ടല്ലോ, ഒരു ട്രാക്ക് ഉണ്ടല്ലോ, ട്രാക്കിനകത്തോട്ട് നമ്മൾ ഗ്ലൂ ഇഞ്ചെക്ട് ചെയ്യുന്ന ഉണ്ട്. പിന്നെ ഈ ട്രാക്കിനകത്തേക്ക് നമ്മൾ ലേസർ വെച്ച് കരിച്ച് അത് ഫിസ്റ്റുല അങ്ങ് ഇല്ലാതാക്കുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് കൂടാതെ നമ്മൾ ഈ ഓപ്പൺ സർജറിയിലൂടെ നമ്മൾ അത് ഫിസ്റ്റുല റിമൂവ് ചെയ്യും, ഫിസ്റ്റുലെക്ടമി എന്ന് പറയും. പിന്നെ അത് അങ്ങനെ ഓപ്പൺ ആക്കി വിടും. അങ്ങനെ പല പല ടെക്നിക്സ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഓൾ സെഡ് ആൻഡ് ഡൺ നമ്മളെ ഈ ഫിസ്റ്റുല എത്രയൊക്കെ ചെയ്താലും ഒരു റിക്കറൻസിനുള്ള ഒരു സാധ്യത വളരെയേറെ ഉള്ള ഒരു അസുഖമാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അനീഷ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഫിസ്റ്റുല റിക്കറൻസ് എന്ന് പറഞ്ഞ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും 5 തൊട്ട് 54% ആൾക്കാർക്കും സർജറിയോ ട്രീറ്റ്മെന്റോ ലേസറോ ചെയ്ത് കഴിഞ്ഞാലും ഫിസ്റ്റുല വരാനുള്ള സാധ്യത. അപ്പം അത് എത്രത്തോളം നീറ്റായിട്ട് ചെയ്യുന്നു എന്നത് ഒരു ഘടകമാണെങ്കിലും നമ്മൾ ഒരു ചാൻസ് ഓഫ് റെക്കറൻസ് ഫിസ്റ്റുലേക്ക് പറയേണ്ടി വരും കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറിന് 100% കയറും. പക്ഷെ നമുക്ക് കഴിയുന്ന നമ്മളൊരു MRI സ്കാനൊക്കെ ചെയ്ത് അതിന്റെ ഘടനയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് കഴിയുന്ന നീറ്റായിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെക്കറൻസിന്റെ റേറ്റ് വളരെയധികം കുറച്ച് ഒരു 0% വരെ കൊണ്ടുവരാൻ സാധിക്കും. ഈ ഏത് ഏജിലായിരിക്കും ഈ ഫിസ്റ്റുല പോലെയുള്ള അസുഖങ്ങൾ കൂടുതലും വരാനുള്ള ഒരു ചാൻസ്? ഏത് ഏജിലായിരിക്കും കൂടുതലും? ടീനേജ് കഴിഞ്ഞതിന് ശേഷം, ടീനേജ് ഒരു 20 to 30 ഒരു 40 ഏജിൽ 20 to 40 ഏജിന്റെ ഇടയ്ക്കാണ് കൂടുതലായിട്ടും കാണുന്നത്. കൂടുതലും ആണുങ്ങൾക്ക് തന്നെയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരാനുള്ള സാധ്യത വരുമ്പോൾ ബ്ലോക്ക് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതൽ. അതൊരു സ്റ്റഡി ആയിട്ടില്ല, പക്ഷെ എന്നാലും നമ്മൾ കൂടുതലും ആണുങ്ങളിലാണ് കണ്ടുവരുന്നത്. ഇത് വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് നേരം ഇരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നില്ല. അങ്ങനെ പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് അങ്ങനെ പറയുന്നില്ല. അല്ലെങ്കിൽ ഈ ബോഡി വീക്ക് ആകുന്ന ആളുകൾക്കാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ബോഡി വെയിറ്റ് ഉള്ള ആളുകൾക്കാണെന്നോ അങ്ങനെ ഉള്ള ഒരു സ്റ്റഡീസും ഇല്ല അല്ലെ? ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാൻ പറ്റുന്ന ഒരു രോഗമാണ് ഫിസ്റ്റുല ഇനേനോ എന്ന് പറയും. ഫിസ്റ്റുല ഇനേനോ അതാണ് പ്രോപ്പർ ആയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു നെയിമിംഗ് ഒക്കെ എവിടെ നിന്നായിരിക്കും വന്നിട്ട്? അത് ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ 2 വെവ്വേറെ ഏരിയാസ് തമ്മിലുള്ള കണക്ഷനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളെ കയ്യിൽ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഞരമ്പ് ആർട്ടറിയും വെയിനും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കും. അതിനെയും ഫിസ്റ്റുല എന്നാണ് പറയുന്നത്. പക്ഷെ അത് ആർട്ടറിയും വെയിനും തമ്മിലുള്ള ഫിസ്റ്റുലാന്റെ AV ഫിസ്റ്റുല എന്ന് പറയും. അപ്പൊ ഏനൽ കനാലിൽ വരുന്ന ഫിസ്റ്റുലയാണ് ഏനൽ ഫിസ്റ്റുല അഥവാ ഫിസ്റ്റുല ഇൻ ഏനോ എന്ന് പറയുന്നത്. കുട്ടികളുടെ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ വെജൈനയും കുടലുമായിട്ടും യൂറിനറി ബ്ലാഡറുമായിട്ടൊക്കെ ഫിസ്റ്റുല വരാം. അപ്പൊ ഒരു അവയവം മറ്റൊരു അവയവം തമ്മിലുള്ള ഒരു കണക്ഷൻ രൂപപ്പെടുമ്പോൾ അതിന് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഫിസ്റ്റുല എന്ന് പറയുന്നത് ആ ഒരു വാക്കിനാണ്. അപ്പൊ ഇവിടെ മലാശയവും മലദ്വാരവും തമ്മിലും സ്കിന്നുമായിട്ടുള്ള ഒരു കണക്ഷൻ, അതാണ് ഫിസ്റ്റുല ഇൻ ഏനോ എന്ന് പറയുന്നത്. ഇതിന്റെ തുടക്കം എന്തായിരിക്കും? ഫസ്റ്റ് നമുക്ക് എന്തായിരിക്കും തോന്നുക ഈ ഫിസ്റ്റുല വരുന്ന ആ സമയത്ത്? തുടക്കത്തിൽ എന്തായിരിക്കും? തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ആപ്സസ്, അതായത് നമ്മളൊരു പഴുപ്പ് കെട്ടി അസഹനീയമായ ഒരു വേദന, പിന്നെ പനിയും കൂടി വരുമ്പം നമ്മൾ ഈ ബട്ടക്സിലൊക്കെ പെയിൻ വരുമ്പോഴാണ് പെരിയേനൽ ആപ്സസ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജാണ് അതിന്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ഇത് തന്നെ പൊട്ടുകയോ കീറി വിടുകയോ ചെയ്യുമ്പോൾ ഫിസ്റ്റുല ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളത് പറഞ്ഞു തന്നെയാണ് കീറി വിടുന്നതോ അല്ലെങ്കിൽ പഴുക്കുമ്പോൾ പൊട്ടുമ്പോഴോ പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ തുടക്കത്തിലെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ മാറ്റാൻ സാധിക്കുമോ? അതോ വീണ്ടും ഇല്ല, ഫിസ്റ്റുല വരാനാണെങ്കിൽ ഫിസ്റ്റുല വരെ തന്നെ ചെയ്യും. അത് ഫിസ്റ്റുല ഈ നല്ലൊരു ഒരു 70% ആൾക്കാർക്കും ഫിസ്റ്റുല ആയി രൂപപ്പെടുക തന്നെ ചെയ്യും.
ഡോക്ടർ, ഫിസ്റ്റുല മാറ്റാൻ വേണ്ടിയിട്ട് പല ട്രീറ്റ്മെന്റുകളും നമ്മൾ പല സൈഡിലും കാണാറുണ്ട്. എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഫിസ്റ്റുല മാറ്റാം എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഫ്ലക്സ് ബോർഡും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് എന്താണ്? പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല പല സ്ഥലത്ത് ബോർഡുകൾ കാണും. അതായത് നമുക്കിപ്പം വേറെ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല. ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ എന്താണ് ഒരു സയന്റിഫിക് ബേസിസ് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാം. ഫിസ്റ്റുല ട്രീറ്റ്മെന്റ് കുറച്ച് ഡിഫിക്കൽട്ട് ഏറിയ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പം അതിപ്പം നമ്മൾ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നമ്മൾ ഗ്യാസ്ട്രോ സർജൻസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അത്രയും ഐഡിയയോട് കൂടി നമ്മൾ ആ ഒരു MRI എല്ലാം ചെയ്ത് അതിന്റെ ഡീറ്റെയിൽ സ്റ്റഡിയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ അത്രയും നമ്മൾ എഫക്റ്റീവായിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് മിക്കവാറും ഒരുപാട് സ്ഥലങ്ങളിൽ ഫെയിലിയർ ആവുന്നത് കൊണ്ട് തന്നെയാണ് ആൾക്കാർ മറ്റ് സ്പെഷ്യാലിറ്റീസിലോട്ട് പോകാനുള്ള ചാൻസും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകളും ഒക്കെ കൂടുതൽ. ബോർഡിൽ എഴുതിയിരിക്കുന്നത് തന്നെ പൂർണ്ണമായി നമുക്ക് ഫിസ്റ്റുല മാറ്റാം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നമുക്കൊരു പോസിബിൾ ആയിട്ട് ആർക്കും ലോകത്തെ ഒരു സർജനും 100% ഗ്യാരണ്ടിയോട് കൂടി പറഞ്ഞു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പിന്നെ അതിനൊരു അസുഖത്തിന്റെ സ്വഭാവമാണ്. അത് ഒരു ഡോക്ടറിന്റെ ഒരു എക്സ്പെർട്ടൈസിനെ ചോദ്യം ചെയ്യാൻ ഒന്നും സാധിക്കുന്ന ഒരു കാര്യമല്ല. അതൊരു അസുഖത്തിന്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. അതായത് നമ്മൾ ഫിസ്റ്റുല അത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്രിട്ടിക്കലി സ്റ്റഡി ചെയ്ത് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്താലേ ഫിസ്റ്റുല നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എത്ര നാളെടുക്കും ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു ഡ്യൂറേഷൻ? എത്ര നാളായിരിക്കും ഒരു പേഷ്യന്റ് എത്ര നാൾ ഒരു ഡോക്ടറിനെ കാണും? അത് ഈ കോംപ്ലക്സ് ഫിസ്റ്റുല എന്നൊക്കെ പറഞ്ഞ പോലെ അത് എത്രത്തോളം സിവിയർ ആണെന്ന് അനുസരിച്ചാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ടൈം ഡിലേ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും എല്ലാം ഡോക്ടർ പറഞ്ഞു. ഫിസ്റ്റുലയെ കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അതൊരു പരിധി വരെ കുറഞ്ഞു കാണും. എന്തായാലും ഫിസ്റ്റുല എന്നും ഇനി ആർക്കും വരാതിരിക്കട്ടെ. ഡോക്ടർ, നമുക്ക് വേറൊരു എപ്പിസോഡുമായിട്ട് വരാം. താങ്ക് യു.